ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഒബീസ് വേൾഡ്. അപ്പോൾ കുറേ കാലമായിട്ടുള്ള ഡൗട്ടായിരുന്നു, നമ്മുടെ തലപ്പതി വിജയ് പൊളിറ്റിക്സിലോട്ട് വരുമോ, പാർട്ടി തുടങ്ങുമോ, എപ്പോൾ തുടങ്ങും, ഇതൊക്കെ ഡൗട്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തോടെ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. തമിഴക വെട്രി കലകം TVK വിജയുടെ പാർട്ടി ഇന്നലെ അവർ ഒഫീഷ്യലായിട്ട് വിജയ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി തലപതി 68, അതിനുശേഷം 69, അതിനുശേഷം വിജയ് സിനിമയിലില്ല, മുഴുനീള പൊളിറ്റീഷ്യൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ കേട്ടപ്പോൾ ആദ്യം ന്യൂസ് കേട്ടപ്പോൾ ഒരു ഒരു രോമാഞ്ചമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ആളൊരു പാർട്ടി ലീഡ് ചെയ്യുന്നു, എന്തെങ്കിലും ജയിച്ചാൽ ഇനി തമിഴ്നാടിന്റെ ഫ്യൂച്ചർ CM ഒക്കെ ആവുമോ എന്നൊരു നല്ലൊരു, പിന്നെ അവർക്ക് നല്ലൊരു മനുഷ്യനെ കിട്ടും. ഐ മീൻ പുള്ളിക്കാരൻ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കും, അവർക്ക് വേണ്ട നല്ലതൊക്കെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ ഒരു പീക്ക് ടൈമിൽ, ഇത്ര കാശ് വരുന്ന ടൈമിൽ പുള്ളിക്കാരൻ ഈ പാർട്ടി തുടങ്ങി രാഷ്ട്രീയത്തിലോട്ട് പോകുന്നത്. പക്ഷേ ഞാനൊരു കേരള വിജയ് ഫാനായിട്ട് സംസാരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത 2 പടങ്ങളോടെ വിജയുടെ പടം ഇറങ്ങില്ല എന്ന് പറഞ്ഞാൽ, ചെറുപ്പം തൊട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗില്ലി തൊട്ട് ഞാൻ എത്രത്തോളം ഈ മനുഷ്യനെ ആരാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഏകദേശം കാവലിന് ശേഷം ഒരു സിനിമയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ വിട്ടിട്ടില്ല. കേരളത്തിൽ ഇത്രയധികം ആഘോഷിക്കപ്പെടുന്ന ഒരു ആക്ടർ ഇല്ല. നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി എടുത്താൽ കൂടെ അവർക്കും ഒരുപടി മേലെ നമ്മൾ അത്രത്തോളം ആഘോഷിച്ചൊരു നടൻ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് സിനിമ നിർത്തുകയാണ്, ഇനി പൊളിറ്റിക്സിലോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്. നല്ല സങ്കടമുണ്ട്. അറിയില്ല, മേ ബി ഇനി ഫ്യൂച്ചറിൽ കമലഹാസനൊക്കെ ആയ പോലെ എന്തെങ്കിലും കാരണം വെച്ച് തോൽക്കുകയാണെങ്കിൽ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. നല്ലൊരു വിഷയമാണ്, എന്നാലും അവർക്ക് നല്ലതാണ്. കാരണം തമിഴ്നാട്ടുകാർക്ക് നല്ലൊരു പൊളിറ്റീഷ്യനെ കിട്ടും, അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ പൊളിറ്റീഷ്യൻ ആവുന്നു, പുള്ളിക്കാരൻ നല്ലത് ചെയ്യുന്ന എല്ലാവരും വിശ്വസിക്കുന്നു. കാരണം പുള്ളിക്കാരൻ്റെ കുറെ കാലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ നല്ലതാണ്. പക്ഷേ പുള്ളിക്കാരന് തമിഴ്നാട് മാത്രമല്ലോ ഫാൻസ് ഉള്ളത്, അവരെക്കാൾ പുള്ളിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളല്ലേ. അപ്പോൾ നമ്മുടെ അവസ്ഥയോ, വിജയണ്ണന്റെ ഫാൻ ഷോ ഇല്ലാതെ തലേദിവസം ഉറക്കമില്ലാതെ ഇരുന്ന് ഫാൻ ഷോന് കാലത്ത് 4 മണിക്കൊക്കെ പോയി ആർപ്പ് വിളിച്ച സിനിമ കണ്ട് ആ ഒരു തിയേറ്റർ കുലുങ്ങുന്ന ഒരു സംഭവമില്ലേ, അത് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആളുടെ പടത്തിലാണ്. അപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്ന പറയുമ്പോൾ വലിയ സങ്കടമാണ്. നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. പൊളിറ്റിക്സ് ശരിയാണ്, പുള്ളിക്കാരനെ ഡെയിലി TVയിലൊക്കെ കാണാം, എന്നാലും ആ ഒരു 2 മണിക്കൂർ സ്ക്രീനിൽ കാണുന്ന ഒരു സുഖം ഇനി ഏത് ആക്ടറുടെ പടത്തിന് ഇങ്ങനെ എൻജോയ് ചെയ്യും? ആരുടെ പടത്തിന് രാവിലെ എണിച്ച് ഫാൻ ഷോന് ടിക്കറ്റിന് വേണ്ടി അലഞ്ഞു പോയി വിസിലടിച്ച് ആഘോഷമാക്കി കണ്ടിട്ട് വരും? അറിയില്ല. അപ്പൊ ഈ ഒരു സമയം വിജയ് ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങി രാഷ്ട്രീയത്തിലോട്ട് 2026 ഇലക്ഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നത് 2026. സോ ഇതൊരു നല്ല സമയമാണോ വിജയ്ക്ക് ഇലക്ഷനിൽ ചേരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതൊരു ഏറ്റവും മികച്ചൊരു സമയം, ഏറ്റവും മികച്ചൊരു തീരുമാനമാണ്. ഇലക്ഷൻ, ഐ മീൻ ഈ പാർട്ടി പൊളിറ്റിക്കൽ ആയിട്ട് നോക്കുമ്പോൾ ഇതാണ് വിജയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ. കാരണം രജനീകാന്തും കമലഹാസനൊക്കെ ചെയ്തൊരു മിസ്റ്റേക്കാണ്, അവരുടെ പീക്കിൽ നിൽക്കുമ്പോൾ അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ ഏറ്റവും അവസാനം എല്ലാം സമ്പാദിച്ച് എല്ലാം കഴിഞ്ഞ് വയസ്സായിട്ട് വന്നിട്ട് ആ ഒരു സ്റ്റാറിലൊക്കെ കുറയണ സമയത്ത് വന്നിട്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഉറുതി എന്നൊക്കെ പറഞ്ഞവർ നമ്മുടെ രജനീകാന്ത് സ്പീച്ച് കൊടുത്തൊക്കെ ഞാൻ കണ്ടാണ്. സോ അങ്ങനെയല്ല വിജയ് ചെയ്യുന്നത്. ഇപ്പൊ ടു ദ കോർ പീക്കില് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു ആക്ടർ, അവര് എന്താ പറയാ, അവർ അത്രത്തോളം, നമ്മളെല്ലാവരും അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആക്ടർ തന്റെ പീക്ക് സമയത്ത്, ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. പക്ഷേ പൊളിറ്റിക്സിന് ബെസ്റ്റാണ്. നിങ്ങൾ അങ്ങനെയല്ല ആദ്യം ആരാധിച്ചത്, ഞങ്ങൾക്ക് നിങ്ങൾ എന്നും ഒരു സിനിമാ താരമാണ്. സോ അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കടം. പുള്ളിക്കാരൻ സിനിമ എത്ര പെട്ടെന്ന് നിർത്തണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞങ്ങളെപ്പോലുള്ള ഫാൻസിന് വേണ്ടി, തമിഴ്നാട് മാത്രമല്ല, നിങ്ങൾക്ക് കർണാടകയിലും ആന്ധ്രയിലും കേരളത്തിലൊക്കെ നിറയെ ഫാൻസ് ഉണ്ട്, ഇവരുടെയൊക്കെ വേണ്ടി 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒരു സിനിമയെങ്കിലും അഭിനയിക്കാൻ പറ്റിയാൽ അഭിനയിച്ചു വിടുക. ഇതൊന്നും അവിടെ കേൾക്കില്ല ആരും, എന്നാലും എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ന്യൂസൊക്കെ കേട്ടപ്പോൾ എന്ത് തോന്നി? നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതിൽ സന്തോഷമാണോ സങ്കടമാണോ തോന്നുന്നത്? അതൊന്ന് പറയുക. എനിക്ക് പറയണ നമ്മുടെ വിജയ് പറഞ്ഞ പോലെ തന്നെ വേദനയാരെന്താലും സന്തോഷമാർക്ക് കുറച്ച് നല്ല കാര്യങ്ങളാണ്. എന്നാലും തലപതി, വി ആർ ഗോയിങ് ടു മിസ് യു ഇൻ സ്ക്രീൻസ്. അത്രേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയുക കമന്റ് ബോക്സിൽ. നിങ്ങൾ ഒരു വിജയ് ഫാൻ ആണെങ്കിൽ എത്രത്തോളം തലപതിയെ മിസ് ചെയ്യും, എത്രത്തോളം സിനിമ
ഞാൻ സിനിമ ആഘോഷിച്ച് കണ്ടത് ഇങ്ങേരുടെ ബർത്ത്ഡേയാണ്. അപ്പൊ ഇങ്ങേരെ പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയാം ഗൈസ്. അത്രയുള്ള വീഡിയോ ഓവർ പറഞ്ഞൊന്നും കുളവാക്കത്തില്ല.